അപ്പൊ അങ്ങനെ കാത്തിരുന്ന ഞങ്ങളുടെ നാട്ടിലെ പൂരം വന്നെത്തിയിരിക്കുകയാണ്. നാളെയാണ് പൂരം. അപ്പൊ ഞങ്ങൾ ഉത്സവത്തലേന്ന് എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മാമന്മാരും അമ്മായിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഈ കൊടിയേറ്റം കഴിഞ്ഞിട്ട് 9 ദിവസങ്ങൾ, ഇനി പിന്നീട് വരുന്ന 9 ദിവസങ്ങളിൽ ഡാൻസ്, പാട്ട്, അങ്ങനെ ഗാനമേള, അങ്ങനെ അടിപൊളി ധാരാളം പ്രോഗ്രാംസ് ഒക്കെ അമ്പലത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ 2 ദിവസം മുമ്പാണ് എത്തിയത്. അപ്പൊ അന്ന് തലേ ദിവസമാണ് അമ്പലത്തിൽ പോകുന്നത്. ഇതേതാണ് കാളവേല. ഈ കാളവേല രാത്രി ഒരു 12-1 മണിക്കൊക്കെയാണ് കാവലി കയറുക. അപ്പൊ ആ സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതിപ്പോ അങ്ങനെ കണ്ടു. ഇതൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് വഴിയരികില്. പിന്നെ ഇതേ ഉത്സവപ്പറമ്പിലേക്ക് എത്തി. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്സവപ്പറമ്പ് എന്തായാലും നല്ല ആൾക്കാരൊക്കെ ആയിട്ട് സജീവമായിട്ടുണ്ട് തലേ ദിവസം തൊട്ട് തന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തി. ഞങ്ങൾ കാവിലെത്തിയ സമയത്ത്, അതായത് നാലിശ്ശേരിക്കാവാണ് അമ്പലത്തിന്റെ പേര്. അപ്പൊ ഈ നാലിശ്ശേരിക്കാവിൽ എത്തിയ സമയത്ത് തന്നെ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. ചെറിയ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാം. അപ്പൊ ഞങ്ങൾ ആദ്യം കുറച്ചു നേരം അത് കണ്ടു നിന്നു. അതിനുശേഷമാണ് ഞങ്ങൾ തൊഴുകാൻ കയറിയത് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തിൽ വരുന്നത്. ഒരുപാട് നാളായി വന്നിട്ട് ഈ നാലിശ്ശേരിക്കാവില്. അപ്പൊ എന്തായാലും ഞങ്ങൾ തൊഴുതു. അതിനുശേഷം ഞങ്ങൾ തൊഴുത് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഇതിലൊരു സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അമ്പലത്തിൽ വരാൻ പറ്റി, ഉത്സവം കൂടാൻ പറ്റി. അതിലുപരി നമ്മുടെ ഒരുപാട് പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കണ്ടു കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉത്സവം കാണാൻ വേണ്ടി വരുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് അവരെയൊക്കെ കാണുന്നത്. അവരെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ കയറി. ധാരാളം കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുമ്പിക്ക് കുറച്ചിങ്ങനെ വള, പിന്നെ ഒരു 1-2 കളിപ്പാട്ടം അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതേ അത്യാവശ്യം അച്ഛൻ്റെ പൊരി, മുറുക്ക, അലുവ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാളവേല കണ്ടു കേട്ടോ. തിരിച്ചു വരുമ്പോൾ കുറച്ച് നേരം സൈഡിൽ നിർത്തിയിട്ടിട്ട് ഞങ്ങളിതേ തുമ്പിക്ക് കാളവേലയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇവളിതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആള് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ല. അപ്പോൾ ആള് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെന്താ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി തുമ്പിക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ താഴത്തെ വീട്ടിലേക്ക്, അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ തറവാട്ടിക്കാണ് കേട്ടോ പോകുന്നത് അവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കറണ്ടൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കിയിരുന്നു. അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ കറണ്ട് പോയത് ഈ ഉത്സവത്തിൻ്റെ തലേദിവസം കൊണ്ട് എന്തോ കാളവേല പോകുന്നത് കാരണം ലൈൻ കട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ